എല്ലാവർക്കും നമസ്കാരം. വെർച്വ വൈബ്സ് ദി ലിറ്റ് ലാൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കുംഭം 2 വെള്ളിയാഴ്ചയാണ്. അതായത് കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാളെ. അതുകൊണ്ട് തന്നെ നമ്മൾ 38 വെള്ളി എന്ന രീതിയിൽ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഒരു ദിവസമാണ്. നാളെ 38 വെള്ളിയാണ്. 38 വെള്ളി വ്രതം എന്ന് പറയുന്നത് ധനസമൃദ്ധിക്കായിട്ട് ലക്ഷ്മി ദേവി പൂജയും ഗണപതി പൂജയും ചെയ്യുന്ന ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ധനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ധനസമൃദ്ധി ഉണ്ടെങ്കിൽ, അതായത് ദൈനംദിന ജീവിതത്തിൽ അല്ലലില്ലാതെ കഴിഞ്ഞു പോവാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് സമാധാനമായിട്ട് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ ആചാരപ്രകാരം അനുഷ്ഠിക്കുന്ന 38 വെള്ളി വ്രതം ലക്ഷ്മി പ്രാധാന്യമുള്ള ദിവസമാണ്. ഈ ദിവസത്തിൽ ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ജീവിതത്തിലെ ധനപരമായ ഉയർച്ചയ്ക്ക് ലക്ഷ്മി പ്രീതി, ഗണപതി പ്രീതി 38 വെള്ളിയാഴ്ചകളിൽ നടത്തുന്നത് ഉത്തമമാണ് എന്നാണ് പറയുന്നത്. ഇന്നേ ദിവസം ഗണേശ അഷ്ടോത്തര ശതനാമാവലി, മഹാലക്ഷ്മി അഷ്ടകം, അതേപോലെ ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമായിട്ടാണ് കരുതുന്നത്. ഗണപതിയെ ഋണമോചക ഗണപതിയായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാണ്? കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഗണപതി ഭഗവാനെ ഋണമോചക ഗണപതിയായിട്ട് ആരാധിക്കാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ വിവിധ രൂപങ്ങളാണ് ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി. ഈ 8 ലക്ഷ്മിമാരെയും ഒരുപോലെ ആരാധിക്കുന്നതിനെയാണ് നമ്മൾ മഹാലക്ഷ്മി അഷ്ടക ജപം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 38 വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. സാമ്പത്തികമായ എല്ലാ ദുരിതങ്ങളെയും അകറ്റാൻ, നമ്മുടെ വീടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ മഹാലക്ഷ്മി അഷ്ടകം 38 വെള്ളികളിൽ ജപിക്കുന്നത് ഉത്തമമാണ് എന്നാണ് പറയുന്നത്. കുടുംബത്തിൽ വഴക്ക്, അനൈക്യം, കോപം എന്നിവയൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ഐശ്വര്യക്കുറവ് തന്നെയാണ്. ആ വീട്ടിലെ മനഃശുദ്ധി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വീടിലിരിക്കുന്ന ഐശ്വര്യക്കുറവ് അതിൽ താമസിക്കുന്നവരെ കൂടി ബാധിക്കും എന്നാണ് പറയുന്നത്. ഇനി 38 വെള്ളി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് പറയാം. രാവിലെ, അതായത് അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ ആദ്യം ഗണപതി ഭഗവാന് വിളക്ക് കൊളുത്തുക. അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് വിളക്ക് കൊളുത്തുക. ഗണപതി ഭഗവാന്റെ മുമ്പിലും ദേവിയുടെ മുമ്പിലും നെയ്യൊഴിച്ചിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത്. ഭഗവാന്റെ മുമ്പിൽ ചെരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തിയാലും മതി. അതിലാണ് ഫസ്റ്റ് കൊളുത്തേണ്ടത്. അതിനുശേഷം ദേവിയുടെ മുമ്പിൽ നിലവിളക്കിലാണ് നെയ്യൊഴിച്ചിട്ട് വിളക്ക് കൊളുത്തേണ്ടത്. പിന്നെ പൂക്കൾ സമർപ്പിക്കുന്നതാണെങ്കിൽ ഭഗവാന് കറുകയും ദേവിക്ക് പൂക്കൾ താമര മൊട്ടോ അല്ലെങ്കിൽ വെള്ളപ്പൂക്കളാണ് സമർപ്പിക്കേണ്ടത്. പിന്നെ നേദ്യമായിട്ട് പായസം വയ്ക്കാം. ഇല്ലെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ പഞ്ചസാരയോ, പാലിൽ പഞ്ചസാര ചേർത്തിട്ട് നേദ്യമാക്കിയിട്ട് വയ്ക്കാം. രാവിലെയും വൈകിട്ടും ഇതേപോലെ വിളക്ക് കൊളുത്തണം എന്നാണ് പറയുക. പിന്നെ നമ്മൾ പറഞ്ഞ മന്ത്രങ്ങളിൽ ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ അന്ന് ഉപവാസം പറയുന്നില്ല. ശരിക്കും 38 വെള്ളി ദിവസങ്ങളിൽ ഉപവാസം പറയുന്നില്ല. പകരം ഒരിക്കലൂണാണ് പറയുന്നത്. ഒരിക്കലൂൺ എടുത്തിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റും. ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ട് പഴങ്ങളും പച്ചക്കറികളും ആയിട്ട് കഴിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വ്രതം എടുക്കുന്നതോടുകൂടി തന്നെ അന്നദാനത്തിന് എപ്പോഴും 38 വെള്ളി വ്രതത്തിന് പ്രാധാന്യമുണ്ട്.
അന്നദാനം നേരിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ട് അവിടുത്തെ അന്നദാനത്തിലേക്ക് ഒരു തുക, കഴിയുന്ന ഒരു തുക, എത്ര ചെറുതായാലും കുഴപ്പമില്ല, നമുക്ക് കഴിയുന്ന ഒരു തുക കൊടുക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ തുളസിയില ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഉറുമ്പുകൾക്ക് അന്നം കൊടുക്കുന്നത് 38 വെള്ളി ദിവസങ്ങളിൽ ധനവരവിന് ഏറ്റവും പ്രാധാന്യമായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഉറുമ്പുകൾ എങ്ങനെയാണ്. ഉറുമ്പുകൾ ശരിക്കും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവരിങ്ങനെ ഓരോ മണിയും കൊണ്ടുപോയി വെച്ച് സ്വരൂപിച്ച് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ ധനാഭിവൃദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉറുമ്പിന് അരിപ്പൊടിയും നമ്മുടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുക. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഏതെങ്കിലും ഒന്ന് ചേർത്ത് പൊടിച്ചിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഉറുമ്പിന് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പച്ചരി എടുത്തിട്ട് ഒന്ന് നന്നായി കഴുകി ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്ന് വെള്ളം വാലാൻ വെച്ചതിന് ശേഷം പൊടിച്ചെടുക്കുക. അതിൽ ശർക്കരയോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയോ ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് നല്ല ഫൈൻ പൗഡറായിട്ടാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്ന അരിപ്പൊടികൾ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇത്തിരി പച്ചരി എടുത്ത് കഴുകി പൊടിച്ച് കൊടുക്കുന്നതാണ്. അതായത് പക്ഷി മൃഗാദികൾക്ക് അന്നം നൽകുന്നത് ഈശ്വര സേവ നൽകുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ, ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ 38 വെള്ളി വ്രതം അനുഷ്ഠിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ചൊല്ലേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്തോത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി അഷ്ടകമാണ്. മഹാലക്ഷ്മി അഷ്ടകം എന്താണെന്ന് വെച്ചാൽ നമസ്തേ തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനേ മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മ്യഷ്ടകം സ്തോത്രം യപഠേ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലയ പഠേ നിത്യം ധനധാന്യസമാന്വിതം. ത്രികാലം യപഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മീ ഭവേ നിത്യം പ്രസന്നാ വരദാ ശുഭ. അതായത് ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം, ദിവസങ്ങളിലും ഒരു തവണ ചൊല്ലുകയാണെങ്കിൽ അത് മഹാപാപവിനാശനം ആണ് ഫലം എന്നാണ് പറയുന്നത്. ദ്വികാലം ചൊല്ലുകയാണെങ്കിൽ, അതായത് ദ്വികാലം യ പഠേ നിത്യം ധനധാന്യ സമന്വിതഃ എന്നാണ് പറയുന്നത്. അതേപോലെ ത്രികാലം യ പഠേ നിത്യം മഹാശത്രുവിനാശനം, 3 തവണ ചൊല്ലുകയാണെങ്കിൽ അത് മഹാശത്രുവിനാശനമാണ് ഫലം എന്നാണ് പറയുന്നത്. അപ്പം മഹാലക്ഷ്മി പ്രസന്നയായിട്ട് എല്ലാതരം വരങ്ങളും ശുഭമായിട്ടുള്ള വരങ്ങളും നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു സ്തോത്രമാണ് ഈ മഹാലക്ഷ്മി അഷ്ടകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ അന്നദാന വഴിപാടൊന്ന് ചെയ്തു നോക്കൂ, ഉറുമ്പിന് കൊടുക്കുന്ന ഫലം ഉണ്ടാവും.
അപ്പോൾ എല്ലാവർക്കും മുപ്പെട്ട് വെള്ളി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.